എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു, ആ പെരുമാറ്റം തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, തിരിച്ച് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. ഇന്ന് വീട്ടിലേക്ക് ഇച്ചിരി ഭയങ്കര ഹാപ്പി ആയിരിക്കും. കേരളമല്ല, ഓ അങ്ങനെ സംസാരിച്ചു പറഞ്ഞു. ചിലപ്പോൾ തോന്നുന്നു ഈ അതായത് മറ്റേ പടത്തിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് നല്ലവരാ കെട്ടവരാ. നമ്മുടെ മുഖത്ത് ഉള്ള ഭാവം മാറുന്നില്ല. വൈഫ് പറയും നിങ്ങൾ സംസാരിച്ചില്ലും വേണ്ടില്ല, കൃത്യമായിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ്. പക്ഷെ ഡോക്ടറാണ് അദ്ദേഹം, അല്ലേ? നിങ്ങൾ തമ്മിലൊരു ഇങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് റോണിയോടൊക്കെ ഭാവിയിൽ കൊച്ചുമോൻ വന്ന് ചോദിക്കും, താത്ത നീങ്ക നല്ലവരാ കെട്ടവരാ ഉണ്ട പുള്ളി ശരിയാതുപ്പാ. സിനിമയില് മറ്റേ ലാൽ സാർ എന്നെ അടിക്കുന്നൊരു സീനുണ്ട്. നമ്മള് ആറാട്ടില് ലാൽ സാർ എന്നെ അടിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് എന്നെ മോനെ തിരിച്ചു വന്നു പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ വീട്ടിലെ മറ്റേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലത്തെ പണിയില്ലാത്തൊരു വക്കീലാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ നോക്കി ഡബിൽ ജോണി ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തായാലും മോനെ കിട്ടാനുള്ളത് കിട്ടി പെട്ടെന്ന് പോവാം. പണി അറിയാമെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഏറ്റവും അൺകംഫർട്ടബിൾ അതാണ്. അറിയാമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. എൻജോയ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടോ, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമയിലുണ്ടല്ലോ എന്ന് പറയുന്നൊരു സന്തോഷം, പിന്നെ നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്നതിലൊരു സന്തോഷം, പിന്നെ ഡയറക്ടറായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. സെറ്റിൽ നിന്ന് സെറ്റിലേക്കൊക്കെ 1-2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ സെറ്റിൽ നിന്ന് സെറ്റിലേക്കൊന്നും അതൊക്കെ ചുമ്മാ പറഞ്ഞത്. സെറ്റിൽ നിന്ന് ഒരു പുഷ്കരകാലത്ത് 1-2 പ്രാവശ്യം അങ്ങനെ സെറ്റിൽ നിന്നും സെറ്റിലേക്കും. അപ്പോൾ നമ്മൾ ഓർത്തു സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് 5-6 മാസം പറഞ്ഞ് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ അവസ്ഥയാണ്. ഇപ്പൊ കാറ്റ് കയറണമെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ അകത്തോട്ട് കയറുന്ന ഒരു ഡ്രോൺ ഷോട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നുണ്ട്. ഒരു ഡ്രോൺ അങ്ങനെ പുറകിലോട്ട് പോകണം, ഒരു 50 മീറ്റർ. ജോണിച്ചേട്ടൻ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം കാറ്റ് അങ്ങോട്ട് പോയി തിരിച്ചും വരും. അപ്പോൾ ജോണിച്ചേട്ടന് ഈ കോമൺ സെൻസ് പറഞ്ഞാൽ ഈ തിരിച്ചുകൊണ്ട് ജോണിച്ചേട്ടൻ ആരും കാണാതെ ഒരു തട്ടം കൊടുക്കും. ഒരു തട്ട് കൊടുക്കും, ഈ സാധനം തിരിച്ചങ്ങ് പോകും. ഇപ്പോൾ നമുക്ക് 5 നേരം നിസ്കരിക്കും, വെള്ളിയാഴ്ച മസ്റ്റായിട്ട്. അത് കാണുമ്പോൾ ആ മനുഷ്യനോട് തോന്നുന്നൊരു നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വലുതാണ്. ഞാനും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. 5-6 സർട്ടിഫിക്കറ്റിൻ്റെ പേര് പറയും. പിറ്റേ ദിവസം 10 മണിയാകുമ്പോൾ ബാക്കി ഉറക്കുമ്പോൾ തന്നെ ട്രെയിനിങ് എങ്കം പറഞ്ഞതാണ് മറ്റത്. ഇയാൾ ആലോചിക്കും ഇനി എന്ത് ചോദിക്കും, ഞാൻ സാറിനെ വിളിച്ചോളാം. എന്നിട്ട് എനിക്കൊരു കോൾ, ഹലോ ഞാൻ ചെന്താ സാർ, അത് ഞാൻ കുറച്ച് പേപ്പറുകളൊക്കെ ചോദിച്ചായിരുന്നു. ചോദിച്ചു കിട്ടിയില്ല സാർ. അയ്യോ അത് കിട്ടി, അത് പറയാനാണ് വിളിച്ചത്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും പുതിയ മൂവി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കിടിലെ 2 ആക്ടേഴ്സാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ജോണി ചേട്ടാ വെൽക്കം ടു ദ ഷോ, ആൻഡ് റോണി ചേട്ടാ വെൽക്കം ടു ദ ഷോ. എന്താണ് ജോണി ചേട്ടൻ്റെ ഈ മൂവിയിലെ ക്യാരക്ടർ? ഈ മൂവിയല്ല, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, ആ മൂവിയിലൊക്കെ എൻ്റെ ക്യാരക്ടർ ഞാനൊരു വർക്ക്ഷോപ്പ് മെക്കാനിക്കാണ്. ഞാനൊരു അപ്പം വേഷം തന്നെയാണ്. ഇതിലെ നായകൻ രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന ടോണി എന്ന് പറയുന്ന ടോണിയുടെ അപ്പൻ റോയിച്ചൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ആണ്. അപ്പം എല്ലാം പോലൊരു തമാശ അപ്പൻ രൂപമാണോ ഇതിലും കാണപ്പെടുന്നത്? അത് വെച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഏത് തരത്തിലാണ് ഈ അപ്പനെ നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മുടെ സമൂഹമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു അപ്പം തന്നെയാണ്. ഇവിടെ തമാശ അങ്ങനെയല്ല, പുള്ളിക്ക് പുള്ളിയുടേതായ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. മകനും പുള്ളിയും മാത്രമുള്ള ലോകം. അതിൽ മകനെ പുള്ളിക്കൊരു എല്ലാ അപ്പന്മാർക്കും ഉള്ള പോലെ ഒരു സ്ഥലത്തെത്തിക്കണം, ഒരു സ്ഥാനത്തെത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. മകനും അപ്പൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. പക്ഷെ അവനും അവൻ്റേതായ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തമ്മിലുള്ള ഒരു മത്സരം, പിന്നെ സ്നേഹത്തിന് മുന്നിൽ തോറ്റു കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു വിട്ടുവീഴ്ച, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു സിനിമയാണ്. ഈ പറയുന്ന അപ്പൻ മകൻ്റെ മുന്നിൽ തോക്കാൻ പാടില്ല, അതോ മകൻ അപ്പൻ്റെ മുന്നിൽ തോക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു പിടിവാശി പിടിവാശിയുടെ സ്നേഹം കൊണ്ടുള്ള. ഓക്കെ, അതേമാതിരി എന്താണ് റോണി ചേട്ടൻ്റെ ഈ ഒരു ക്യാരക്ടർ ഈ മൂവിയിലെ? ഞാൻ ഈ പടത്തിലോട്ട് വരാൻ കാരണം ഈ ക്യാരക്ടറിനേക്കാൾ ഉപരി അരുൺ വൈഗ എന്നുള്ള സംവിധാനമായിട്ടുള്ളൊരു അടുപ്പമാണ്. ക്യാരക്ടറിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ
ഈ രഞ്ജിത്ത് ചെയ്യുന്ന കഥാപാത്രം, ടോണി എന്ന കഥാപാത്രത്തിന് അയാൾക്ക് ഈ പടത്തിൽ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കഥാപാത്രത്തിന് ഇൻസ്പിറേഷണലായിട്ട് മാറുന്ന ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് ഇൻസ്പിറേഷണലായിട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ തോന്നുന്നതിന് ഒരു കാരണക്കാരനായ വ്യക്തി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ എന്താണ് എൻ്റെ ബേസ് എന്നൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അധികം കഥയിലോട്ട് കയറുന്നില്ല, അങ്ങനെ കഥയുടെ രസകരമായിട്ട് മുറിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഇൻസ്പിറേഷനായിട്ട് തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അനുജൻ, മൂസിൻ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ അയാൾക്കൂടെ ആണെങ്കിൽ രഞ്ജിത്തിനെ പരിചയം. അപ്പോൾ രഞ്ജിത്തിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. അപ്പം അത് ഈ അപ്പനുമായിട്ടുള്ള ബന്ധപ്പെടുത്തി അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ സീൻസ്? എനിക്ക് ജോണി ചേട്ടനുള്ള കോമ്പിനേഷൻ ഞങ്ങൾ ഒരു ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ജോണി ചേട്ടൻ എന്നെ അറിയാം എന്ന് വെച്ചാൽ ക്യാരക്ടർ വൈസ് കഥാപാത്രത്തിന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എനിക്ക് എന്നാൽ രഞ്ജിത്തിനടുത്ത് പ്രോഗ്രാം ചെയ്യും, എടാ പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ ഇതിനെ പഠിപ്പിക്കുന്നത്. പിന്നെ ജോണി ചേട്ടൻ പറഞ്ഞാൽ തന്നെ ഈ അപ്പൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ജോണി ചേട്ടൻ ചെയ്യുന്ന ആ വ്യക്തിയുടെ സ്ട്രഗിൾ എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. റോയ് അങ്ങനെയല്ല കേട്ടോ ക്യാരക്ടറിൻ്റെ പേര്, റോയ്ച്ചൻ്റെ സ്ട്രഗിൾ എന്താണ്, എന്നെ അറിയാം, എൻ്റെ മകനെ അറിയാം. റോയ്ച്ചൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പോൾ അതിൻ്റെതായ ഒരു ഈ കുറച്ച് ഉത്തരവാദിത്തോടുകൂടി പെരുമാറണമെന്ന് പറയുന്ന ഇയാളൊക്കെ കുറച്ച് മൂത്തതായ ഒരു വ്യക്തി എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ശകാരം അല്ലെങ്കിൽ ചേട്ടൻ പറയുന്ന പോലെ പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തി, അത്രേ ഉള്ളൂ. ഇപ്പം ജോണി ചേട്ടനിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി ഒരു പഴയ കാലം നോക്കുവാണെങ്കിൽ കുറേ നല്ല നല്ല ഹിറ്റ് മൂവീസ് ഡയറക്റ്റ് ചെയ്തു. ഇപ്പം ചൂട് ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേന് ആക്ടിങ്ങിലാണെങ്കിലും എന്താ പറയുക, നല്ല അപ്പൻ എന്നൊക്കെ പറയുന്ന മാതിരി ഇങ്ങനെ ഒരു കൊതിച്ചു പോകുന്ന ഇങ്ങനെ ഒരു അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന നല്ല തമാശ രൂപേണ ഉള്ള പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു അപ്പൻ ക്യാരക്ടറിലേക്കാണ് ഇപ്പം കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് അത് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എൻജോയ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടോ, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമയിലുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷം, പിന്നെ നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്നതിലൊരു സന്തോഷം, പിന്നെ ഡയറക്ടറായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. പിന്നെ എന്നെ വിളിക്കുന്നവർക്കും ആ ഒരു തിരിച്ചറിവുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, നമ്മളൊരു സന്തോഷമുള്ള മേഖലയിൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇനിയൊരു ഡയറക്ഷനിലേക്ക് വരാൻ ചാൻസസ് ഉണ്ടോ? ഐ മീൻ സൂൺ, പെട്ടെന്ന് തന്നെ? ഇതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ല. ഇപ്പം നമ്മളിങ്ങനെ പോകുന്നു, ഇനി അങ്ങനൊരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, നമുക്ക് ജീവിക്കണം. അതിപ്പോൾ നമുക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കണം. സംവിധാനം ചെയ്ത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പടങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്, പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പം അഭിനയിക്കുന്നുണ്ട്. അപ്പം തിരിച്ച് സംവിധാനം ചെയ്യണമെങ്കിൽ എന്നാൽ ചെയ്യണം, നമ്മൾ ജീവിക്കണ്ടേ. അല്ല, ജോണിച്ചേട്ടൻ പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു സംവിധായകനാകുക അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ, ഒരുപാട് പ്രാരംഭഘട്ട ജോലികളുണ്ട്. ആ ജോലികൾക്കിടയിൽ പോലും നമുക്ക് പോയിട്ട് ഇനി ഒരു 6 മാസം എന്ന് പറഞ്ഞ് ബ്രേക്ക് എടുക്കാം എന്ന് വെച്ചാൽ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ബാക്കി അനുബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ജോണിച്ചേട്ടൻ ആ ഉത്തരവാദിത്തം എന്ന് അറിയാം. അപ്പോൾ ജോണിച്ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നാൽ മാത്രമേ, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോയി ചെയ്യാൻ പറ്റുള്ളൂ. സംവിധായകൻ്റെ അത്രയും ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയാണ്. അതാണ് അത്തരം വിസ്തൃതമാക്കി പറഞ്ഞില്ല എന്നുള്ളതാണ് ജോണിച്ചേട്ടൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ആക്ടിങ് എന്ന് പറയുന്നത്. പണി അറിയാമെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഏറ്റവും അൺകംഫർട്ടബിൾ അതാണ് ഇത്. അറിയാമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. ജോണിച്ചേട്ടൻ പല തോതിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സ് സിനിമ എന്ന് പറഞ്ഞാൽ ജോണിച്ചേട്ടൻ പൊതുവെ ചെയ്യുന്ന ഇപ്പോൾ തുറുപ്പുകലാനോ അല്ലെന്നുണ്ടെങ്കിൽ CID മ്യൂസിയോ പോലത്തെ കൊച്ചി രാജാവ് അങ്ങനത്തെ ഒരു ഹ്യൂമറൊന്നും വരുന്ന മാസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗംഭീര മേക്കിംഗ്, പക്ഷേ നമ്മൾ പറയില്ല കാലം മാറി ഇറങ്ങി പോയൊരു സിനിമകളിലൊന്നാണത്. അപ്പോൾ ജോണിച്ചേട്ടൻ നമ്മൾ അഭിനയിക്കുമ്പോൾ, നമ്മൾ കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോണിച്ചേട്ടൻ കൃത്യമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് റോങ് ആണെന്നുണ്ടെങ്കിൽ ജോണിച്ചേട്ടൻ കൃത്യമായിട്ട് പറയും. അതേപോലെ തന്നെ ജോണിച്ചേട്ടൻ്റെ അടുത്ത് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചേട്ടാ എടാ അത് അങ്ങനെയല്ലടാ, നീ ഇതിങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ ജോണിച്ചേട്ടൻ 3ാമത്തെ പടം സത്യം മാത്രമേ ബോധിപ്പിക്കൂ, ആറാട്ട്, ഇത് 3ാമത്തെ സിനിമയാണ്. അപ്പം ഞങ്ങൾ സത്യം മാത്രം ബോധിപ്പിക്കൂ എന്നുള്ള സിനിമ ചെറായി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര ലോങ് ഉള്ള സ്റ്റഡി ക്യാം ഷോട്ട് ഉണ്ട്. അപ്പോൾ ജോണിച്ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു, നമ്മൾ എന്തൊക്കെയാണ് നീ എന്താ പറയുമ്പോൾ, ചേട്ടാ ഈ സാധനം ഇങ്ങനെ പറയുമ്പോൾ നീ അത് ഇങ്ങോട്ട് പറയണം, അത് എടാ അങ്ങനെയല്ലടാ ഇതിങ്ങനെ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ളൊരു വ്യക്തി നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്, കാരണം ഒരു ഡയറക്ടറും കൂടി നമ്മളെ പറയുന്നത്. കറക്റ്റ്. അപ്പോൾ ഇന്ന സാധനം നീ ഇത് മുറിച്ച് പറ, അപ്പം ഞാൻ ഇപ്പം ഒരു കൗണ്ടർ പറയും. എന്നിട്ട് അപ്പം നമുക്ക്, കാരണം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് വിളിച്ചിട്ട് എനിക്ക് എന്താ പറയുക, നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം. അപ്പം ഞങ്ങൾ ഇതുവരെ ഒന്നിനും പറയാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീക്വൻസ് ഞങ്ങളടുത്ത് പോയി ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഞാൻ എന്താണ് അതിൻ്റെ ഒരു പരിപാടി പറയുന്നില്ല. അപ്പം ഞാനുണ്ട്, ജോണിച്ചേട്ടനുണ്ട്, മഞ്ജുപിള്ള ചേച്ചിയുണ്ട്, സംഗീത ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക മൂമെൻറ്റിൽ ഒരു വലിയൊരു തോട്ടം
കണ്ട് നിൽക്കുന്നതാണ് എൻ്റെ. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ചുറ്റുമുള്ള വേലിയുടെ അവിടെ ഒരു ഇരുമ്പ് ഡോറ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇരുമ്പ് ഡോർ വെച്ചിട്ട് എന്താ വെച്ചാൽ ഈ ഇരുമ്പ് ഡോർ ജോണിച്ചേട്ടൻ തുറന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആർട്ടുകാർക്ക് ഈ സാധനം തിരിച്ച് അവിടെ നിൽക്കാനുള്ള സാധനം അവിടെ അടിച്ചിട്ടില്ല. ഇപ്പം കാറ്റ് കയറണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ അകത്തോട്ട് കയറുന്ന ഒരു ഡ്രോൺ ഷോട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നുണ്ട്. ഒരു ഡ്രോൺ അങ്ങനെ പുറകിലോട്ട് പോകണം ഒരു 50 മീറ്റർ. അപ്പോൾ ജോണിച്ചേട്ടൻ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം കാറ്റത്ത് അങ്ങോട്ട് പോയി തിരിച്ചും വരും. അപ്പോൾ ജോണിച്ചേട്ടന് ഈ കോമൺ സെൻസ് പറഞ്ഞാൽ ഈ തിരിച്ചു വരുമ്പോൾ ജോണിച്ചേട്ടൻ ആരും കാണാതെ ഒരു തട്ടം കൊടുക്കും. ഒരു തട്ടം കൊടുക്കുമ്പോൾ ഈ സാധനം തിരിച്ചങ്ങ് പോകും. അങ്ങനെ 3ാമത് വരുമ്പോഴും ജോണിച്ചേട്ടൻ അകത്തോടും ഇനിയത് വരുമെന്ന് പറഞ്ഞോളൂ പെട്ടെന്ന് എടുത്ത് തീർക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അപ്പം തന്നെ നമ്മൾ പറയല്ലേ ആ ഒരു സെൻസിബിൾ ആയിട്ട് അടുത്തൊരു ഷോട്ട് പോവാതെ അവിടെ അത് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയാതെ ഉള്ള ഒരുപാട് പേര് നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യുന്നില്ല. അതാണ് ആ എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് ഒരുപാട് തവണ പുള്ളി അസോസിയേറ്റ് ആയിരിക്കുമ്പോഴും ഡയറക്ടർ ആയിരിക്കുമ്പോൾ പുള്ളി ഹാൻഡിൽ ചെയ്ത് പുള്ളിക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ഞങ്ങൾ 10ാമത്തെ ഡേ കണ്ടു എന്ന് വെച്ചാൽ 2 മണിക്കൂറായിട്ട് ഇത് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കിട്ടുന്നില്ല. 10ാമത്തെ ഡേ കഴിഞ്ഞ് പറഞ്ഞു ചേട്ടാ ഇത് പുറകോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ആശ്ചര്യം മറ്റേ അഭിമാനം ഒക്കെ വരണം. ജോണിച്ചേട്ടനോട് പറഞ്ഞു എല്ലാം വരുമെന്ന് അറിഞ്ഞോടോ കുറേ നേരം ആയില്ലൊന്നും എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കും. പിന്നെ ഞങ്ങൾ അവസാനമായി കഴിഞ്ഞപ്പോൾ ജോണിച്ചേട്ടൻ പറഞ്ഞു ആശ്ചര്യം അഭിമാനം എന്ന് വരുന്നില്ല വേറെ പലതും വരുന്നുണ്ട് എന്നായി ഞങ്ങൾ അവിടെ നിന്ന്. അപ്പോൾ നമുക്കത് ഇന്ദ്രൻ ചേട്ടനുണ്ട്, സംഗീത ചേച്ചി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ വേറെ മാർഗ്ഗമില്ല, എടുക്കാൻ നമുക്ക് കൊടുത്ത് പോകാനും പറ്റില്ല. അപ്പം അതിന് ഭയങ്കര കംഫർട്ടാണ് ജോണിച്ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇനിയും ഒരുപാട് പടം വർക്ക് ചെയ്യണമെങ്കിൽ ആഗ്രഹം നമുക്ക് അത് ഈ ഡയറക്ടർ എന്നൊരു സാധനം ബ്രെയിനിൽ ഉണ്ടായോണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അല്ലേ ഇത് പോവാണെങ്കിൽ ഇത്രയും ലാഗ് വരണ്ട. അതല്ല ഞാൻ പറഞ്ഞ അതിനേക്കാൾ ഉപരി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് നമുക്ക് പരിചയം വേണം. അതാണ് ഡയറക്ടറിനേക്കാൾ ഉപരി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ജോണിച്ചേട്ടൻ ചിലപ്പോൾ 1000 തവണ പല സിനിമകളിലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മോർ ദാൻ എ ഡയറക്ടർ ഇപ്പൊ ചേട്ടൻ ഇന്ന സാധനമില്ല വേറെ എന്താ നിനക്കൊള്ളേ അത് ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ മേക്കർ എന്നുള്ള സാധനം പുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഈ സാധനം പോയി തിരിച്ചു വരുമ്പോൾ ചേട്ടാ തിരിച്ചു വരാനുള്ള കട്ടെന്ന് പറഞ്ഞതിന് വരെ പുള്ളി ഒരു തട്ട് അങ്ങ് തിരിച്ചങ്ങ് പോയി. അതുകൊണ്ട് ആ ഷോട്ട് കഴിഞ്ഞ് കൊള്ളാം. അപ്പൊ ആ ഒരു സെൻസ് വർക്ക് കുറെ പഠിക്കാൻ പറ്റിയെന്ന് തോന്നുന്നല്ലേ. ഇപ്പം 3rd മൂവി ആണെങ്കിൽ തന്നെയും ഇപ്പൊ ജോണിച്ചേട്ടൻ കുറെ ഇതേമാതിരി അല്ലേ ചെറിയ കാര്യങ്ങൾ തന്നെ അതൊരു നാളൊരു സിനിമയില് വലിയൊരു പാഠവുമായി ചിലപ്പോൾ മാറാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ. 6 സിനിമയില് മറ്റേ ലാൽ സാർ എന്നെ അടിക്കുന്നൊരു സീനുണ്ട്. നമ്മള് 6 ലാൽ സാർ എന്നെ അടിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് എന്നെ മോനെ തിരിച്ചു വന്നു പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ വീട്ടിലെ മറ്റേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലത്തെ പണിയില്ലാത്തൊരു വക്കീലാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ നോക്കി ഡബിൽ ജോണിച്ചേട്ടൻ പറഞ്ഞെന്ന് വെച്ചാൽ എന്തായാലും മോനെ കിട്ടാനുള്ളത് കിട്ടി പെട്ടെന്ന് പോവാം. അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനവിടെ ഡബ് ജോണിച്ചേട്ടൻ കൊള്ളാലോ അവിടെ ആളെ. അപ്പൊ പോന്നെങ്കിൽ മോനെ കിട്ടാനുള്ളത് കിട്ടി പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ അത്രയും സീരിയസ് ആയിട്ട് അടി നടന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒച്ചപ്പാടും മുളകുന്നാലും ഇടത്തല പാവന് കിട്ടാനുള്ള കിട്ടി പെട്ടെന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര കാരണം അത് പുള്ളിയുടെ ഡബ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ഓവർലാപ്പിൽ എന്ത് പറയാം എന്നുള്ള ആ സെൻസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇവരുടെ ഒരു എപ്പിക് കോമ്പിനേഷൻ ആണ്. ഉദയേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ ഇവര് നമ്മളൊരു റിലേഷൻ ഭയങ്കരമായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട കേട്ടാണ് ജോണിച്ച്. ഈ മലയാള സിനിമയിലെ ആസ്ഥാനപ്പൻ എന്ന് പറഞ്ഞാൽ വരനെ ആവശ്യമുണ്ടല്ലേ മൃഗ ഡോക്ടറാണ് അല്ലേ സൈക്കാട്രിസ്റ്റ്. പക്ഷെ ഡോബർമാന് അല്ല പെറ്റിനെ വേണമെന്ന് പറയുന്ന മൃഗ ഡോക്ടറല്ല മറ്റേ ഷോപ്പ് ആദ്യം മൃഗ ഡോക്ടർ എന്ന് പറയുന്നത്. അല്ലാത്ത ക്യാരക്ടേഴ്സ് എന്തോ ചെയ്തിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും ഒരു സ്വർഗം എന്ന് പറയും. ഇപ്പം റേണിച്ചിട്ട് ഇപ്പം കണ്ണൂർ സ്കോഡ് ഒരു വേറെ ലെവൽ ഓഫ് മൂവി അല്ലേ. അപ്പം അത് കഴിഞ്ഞ് ബാക്കി ചെയ്ത് വരുമ്പോഴത്തേന് ആ ഒരു ഓറയും അല്ലെ ബാക്കി മൂവിയും തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? അപ്പം മമ്മൂക്കയോട് സംസാരിച്ചു. അതിനുത്തരം ഞാൻ പറയട്ടെ, കാരണം എന്നോട് ഉത്തരം പറഞ്ഞ കാരണം എനിക്കൊരു ഉത്തരം പറയാൻ സ്പേസ് കിട്ടിയില്ല. അപ്പൊ ഏതാ ഈ കണക്കിന് റോണിയെ കൊണ്ട് പ്രീ ഡിഗ്രി എഴുതിച്ചത് ഞാൻ ജയിച്ചു പോയത്. കാരണം എല്ലാ ചോദ്യത്തിനും ഉത്തരം റോണി എഴുതിയാലോ. ഡോക്ടറല്ല, ഞാൻ രക്ഷപ്പെട്ട് പ്രീ ഡിഗ്രി എടുക്കേണ്ട ആളാ. എന്റെ ദൈവമേ, അല്ല എല്ലാത്തിനുള്ള ഉത്തരം ഉണ്ടോ? കൊറേ നേരമായിട്ടിരുന്നപ്പോ ഒരുപാട് ആയി, അതുകൊണ്ട് ഞാൻ കയറി ക്ഷീണിച്ചിരിക്കുന്ന. ഞാൻ ഈ പറഞ്ഞ ഡൗട്ട് സെഞ്ചുറി ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് മാക്സിമം സ്ട്രൈക്ക് എടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മള് സിംഗിൾ ഇട്ട ഞാൻ അടിച്ചോളാം. അയ്യോ, റണ്ണറാക്കണ്ട നമ്മ ഭാഗ്യത്തിന് കറക്റ്റ് റണ്ണറായി കിട്ടിയത്.
ആ ഒരു ചേഞ്ച് അല്ല ഞാൻ ഏതായാലും ഒരു ഭയങ്കര വിട്ടുപോയടാ. ഞാനിപ്പം പിന്നെ മഞ്ജുപ്പുള്ളിയുടെ അപ്പുറത്ത് എന്ന് പറയും മഞ്ജു ആ റോണിയോടെ വേണേ പോയിരുന്നു, ഒരു ഗുണം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പുള്ളി ഉത്തരം പറഞ്ഞു. പക്ഷെ ഇത് അപ്പൊ പിന്നെ അധികം ഭയവെക്കുന്നത് നടക്കത്തില്ലല്ലോ. അല്ല ഞാൻ പിന്നെ നിങ്ങൾ രണ്ട് ഡോക്ടറല്ലേ, രണ്ട് ഡോക്ടേഴ്സ്, ഇത് മെഡിസിനെ കുറിച്ച് വല്ല ആരെങ്കിലും ആലോചിച്ചു എനിക്ക് അതൊരു അക്ഷരം പറയാൻ പറ്റില്ല. സിനിമയെ കുറിച്ച് ഇങ്ങനെ വല്ലതായിരുന്നെങ്കിൽ ദൈവമേ. ചോദ്യം വരുന്നത് നീ ചോദിച്ചോ എന്നെ കണ്ണൂർ സ്ക്വാഡ് എല്ലാം അറിയാം. പറഞ്ഞോ. അല്ല ആരാണ് പറയുന്നത്? അല്ല പുള്ളി തന്നെ അല്ല, അത് പോസ്റ്റ് കണ്ണൂർ സ്ക്വാഡ് നമ്മൾ ഈ ടെക്നീഷ്യനായിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു റെസ്പെക്ട് എന്താണെന്നുള്ളത് കണ്ണൂർ സ്ക്വാഡിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ സിനിമ സെറ്റിലാണെങ്കിലും അല്ലാതെ നമ്മൾ നടൻ എന്നുള്ള കാര്യം ഓക്കെ. ഇപ്പോൾ ജോണി ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ CID മൂസയുടെ സംവിധായകൻ ജോണി ആൻ്റണി എന്ന് എന്നെപ്പോലുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കറിയാം. ജോണി ചേട്ടൻ നടനായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ജോണി ചേട്ടൻ തന്നെ പറയുകയാണ്, പലരും പലയിടത്തും വെച്ച് പറയാറുണ്ടെന്ന്, എടി പുള്ളി കേട്ടോ നമ്മുടെ CID മൂസ ചെയ്തത്. അത്ര നാൾ ജോണി ആൻ്റണി എന്നുള്ള പേരുള്ളൂ. പക്ഷേ നടനായി കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയായിട്ട് CID മൂസ ഒരു എപ്പിക് സാധനമാണ്, ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയാണ്. അപ്പോൾ ജോണി ചേട്ടൻ പറയുന്നത്, അപ്പോൾ നടൻ എന്ന് പറയുമ്പോൾ നമ്മൾ നടനായി കഴിഞ്ഞ ശേഷം നമ്മൾ എഴുത്തുകാരനായി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ടെക്നീഷ്യനായിട്ട് പലരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, റെസ്പെക്ട് തരുന്നു, അടുത്ത് എന്താണ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. സന്തോഷം. നമ്മളിനി അതുപോലെ ഒരു ക്വാളിറ്റി സാധനം എഴുതുന്നുണ്ടെങ്കിൽ സമയമെടുക്കും, എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതേപോലെ ഒരു പോലീസ് ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോള് കിട്ടിയാൽ ഡെഫിനറ്റ്ലി ചെയ്യും അല്ലേ? അപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതേമാതിരി ഒരു എന്താ പറയാ, ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടറിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേന് ഡെഫിനറ്റ്ലി. ഇപ്പം CID മൂസ പറഞ്ഞുകൊണ്ട് പറയുക, അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഇത്, ഞാൻ ആദ്യമായിട്ടായിരിക്കും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷിക്കാമോ? അപ്പം CID മൂസ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പം അത് ശ്രമിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് നടക്കും. ഞാൻ റോണിയുടെ കാര്യം പറഞ്ഞത്, നമ്മുടെ ഈ ആനന്ദം എന്ന് പറഞ്ഞ പടം കണ്ട് ഞാൻ പണ്ട് റോണിയെ വിളിച്ചത്. മനോഹരമായിട്ടുള്ളൊരു സാറ്, ഒരു അധ്യാപകന് ടൂറ് പോകുന്നതും ആ പരിപാടിയെല്ലാം ഭയങ്കര ഇവരുടെ ഒരു ലവ് ഒക്കെ ഉണ്ട്. അതെ, ഭയങ്കര രസമായിരുന്നു എനിക്കത്. പണ്ട് ഈ സുഗമോദേവി സിനിമയിൽ സുകുമാരേട്ടനും സീമ ചേച്ചിയായിട്ടുള്ളൊരു എന്നൊക്കെ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റോണി ഇപ്പോൾ ഈ ചെയ്ത റോണി തന്നെ എഴുതി, റോണി തന്നെ ക്യാരക്ടർ കൊടുത്തു. ആ വേഷം ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങനത്തെ ഒരുപാട് ആളുകളെ നമുക്ക് പരിചയമായിട്ട് പോകും. റോണി തന്നെ എഴുത്തുകാരനായതുകൊണ്ട് തന്നെ റോണി തന്നെ ആ റോള് മേടിച്ചെടുത്ത ആര്, പക്ഷേ അതിന് കറക്റ്റ് കാസ്റ്റിംഗ്. ഒരു പക്ഷേ ആ റോള് വേറെ അതിനകത്ത് ആ ക്രൂവിൽ ആര് ചെയ്താലും നിൽക്കില്ല, അത് റോണി തന്നെ ചെയ്യണം. അല്ല ഇതായിട്ട് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് എനിക്കറിയാം. റോണിയിലെ ഒരു ചെറിയൊരു പരുക്കനുണ്ട്, ഒരല്പം നമുക്ക് തോന്നുന്നു ഇച്ചിയൊക്കെ ചെറിയ വട്ടുണ്ടാവും എന്ന് എങ്ങനെയൊക്കെ തോന്നാവുന്ന ഒരുപാട് മാനസങ്ങളുള്ള ഒരാളാണ് പുള്ളി. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു ഈ അതായത് മറ്റേ പടത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് നല്ലവരാ കെട്ടവരാ തെരിയാതിപ്പാന്ന് പറയുന്ന പോലെ ഏതാ റോഡികളൊക്കെ ഭാവിയിൽ കൊച്ചുമോൻ വന്ന് ചോദിക്കും, താത്ത നീങ്ക നല്ലവരാ കെട്ടവരാ ഉണ്ട പുള്ളി തെരിയാതിപ്പാ. പറയണ കുറച്ചുകൂടി എനിക്ക് മറ്റേ എന്താ പറയാ, എനിക്ക് എന്താണോ വൈഫിൻ്റെ അടുത്ത് പറയായിരുന്നേ, സംസാരം കുറയ്ക്കാൻ പറയും. ഇപ്പൊ സംസാരം കുറയ്ക്കുന്ന വെച്ചാൽ നമ്മുടെ മുഖത്ത് ഉള്ള ഭാവം മാറില്ല. വൈഫ് പറയും, നിങ്ങൾ സംസാരിച്ചില്ലും വേണ്ടില്ല, കൃത്യമായിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ്. അപ്പം ജോണിച്ചേട്ടൻ പറയും, എടാ പരിക്കത്തരം സ്നേഹമുള്ളതുകൊണ്ട് പറയും, എടാ ഈ കുറച്ചുകൂടി സോഫ്റ്റ്വെയർ ആയിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നതിൽ ഇഷ്ടം പ്രൊമോഷന് പോകുന്ന, കാരണം സംസാരിച്ചുകൊണ്ടേ ഇരിക്കാനോ, മറ്റേത് തരുന്ന ഡയലോഗ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതങ്ങനല്ലേ ആരുടെ ചോദിച്ചാൽ അങ്ങനെ. ഇന്ന് വീട്ടിലേക്ക് ഇച്ചിരി ഭയങ്കര ഹാപ്പി ആയിരിക്കും, കേരളത്തിലല്ല. ഓ ഇന്നങ്ങനെ സംസാരിച്ചു ഇന്ന് ഞാൻ തകർത്തു. അല്ല റോണി ഒരു ഭയങ്കര നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരുപാട് നന്മയുള്ളവരാണ്. കാരണം ഒരിക്കലും ഒരു കളങ്കം, ഈ പറഞ്ഞ പോലെ പുള്ളി വളരെ ഓപ്പണാണ്. അതായത് ചിലരുണ്ടല്ലോ നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ബിഹേവ് ചെയ്യും. ഏതാ നമ്മളത് അങ്ങനെ പറയരുത്, അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഡോക്ടറാണ് അദ്ദേഹം, അല്ലേ? അല്ല നിങ്ങൾ തമ്മിലൊരു ഇങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് റോണി അല്ല ഇത് ഡോക്ടറാണേ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു പ്ലാൻ ചെയ്യാതെ അപ്പം എന്താണോ തോന്നുന്നത് ആ കാര്യം കൃത്യമായി പറയുന്നത് സത്യസന്ധനായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ റോണിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ.
റോണി അറിയാത്ത ആളുകൾ റോണിയെ തെറ്റിദ്ധരിക്കാറുമുണ്ട്. ചിലർ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും അയ്യോ അങ്ങനല്ല, ഞാൻ ശരിക്കും അങ്ങനെ മനസ്സിലായി, ഞാൻ തിരുത്തി ചിലരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇൻ്റർവ്യൂ കാണുന്നവർ മനസ്സിലാക്കുക പാവം മനസ്സിലാക്കുക അങ്ങനെ തന്നെ അല്ലേ. അല്ല, ഈ പറയുന്ന ജോണി ചേട്ടനും പൊതുവെ കേരള സമൂഹത്തിൽ പാവം, നിഷ്കളങ്കൻ, ഇത്രയും തമാശ പറയുന്ന ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് എല്ലാരും കാണപ്പെടുന്നത്. ആ അല്ല നല്ലതല്ലേ അത്. അല്ല ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാനൊരിക്കലും ഒരു ക്രൂരനാകാൻ എനിക്ക് താല്പര്യം. അതായത് എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരാളാണ്. 2, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പണ്ട് പറയില്ലേ, എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു ആ പെരുമാറ്റം തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, തിരിച്ച് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പിന്നെ കഴിവുണ്ടെങ്കിൽ എന്തിനാ വെറുതെ നമ്മളൊരാളെ കുറ്റം പറയാനും കമൻറ്റ് പറയാനും, ഇങ്ങോട്ടും തമാശകൾ പറയാം, അല്ലാതെ നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു. ഇതിപ്പോൾ പറഞ്ഞപ്പോഴും ഞാൻ ഓർക്കുന്നു, എപ്പോഴും ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നു, ഈ അന്ധവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആ ഒരു ഡയലോഗ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റു ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ദൈവവിശ്വാസവും അല്ലെ ബാക്കി എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ, ഉറപ്പായിട്ടും. ഞാൻ വേറെ നമ്മൾ പഠിച്ചു വന്ന സാഹചര്യം അതാണ്. ഞാനത് എല്ലാവരും ദൈവവിശ്വാസം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഒരു മതത്തിൻ്റെ ആളായിട്ടല്ല. എല്ലാ മതസ്ഥരും അവരവരുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമുക്ക് 5 നേരം നിസ്കരിക്കും, വെള്ളിയാഴ്ച മസ്റ്റായിട്ട്. അത് കാണുമ്പോൾ ആ മനുഷ്യനോട് നമുക്കൊരു ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വലുതാണ്. ഞാനും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പിന്നെ പ്രാർത്ഥിക്കാത്ത ആൾക്കാരോട് എനിക്ക് പിണക്കുമില്ല, ദൈവവിശ്വാസമില്ലാത്തവരോട് പിണക്കുമില്ല. പക്ഷെ ഞാൻ ദൈവവിശ്വാസിയാണ്. അതെ. അപ്പം ഈ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓട്ടം, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പടങ്ങൾ വരാൻ കാണുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കുടുംബജീവിതത്തെ ഹാൻഡിൽ ചെയ്യുന്നത്? അതായത് ആ സമയം എങ്ങനെ കണ്ടെത്തുന്നത്? സെറ്റിൽ നിന്ന് സെറ്റിലേക്കൊക്കെ 1, 2, 3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ സെറ്റിൽ നിന്ന് സെറ്റിലേക്കൊന്നും അതൊക്കെ ചുമ്മാ പറഞ്ഞത്. സെറ്റിൽ നിന്ന് ഒരു പുഷ്കരകാലത്ത് 1, 2 പ്രാവശ്യം അങ്ങനെ സെറ്റിൽ നിന്നും സെറ്റിലേക്കും. അപ്പോൾ നമ്മൾ ഓർത്തു സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് 5-6 മാസം പറഞ്ഞ് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനൊന്നുമില്ല. പിന്നെ കുടുംബജീവിതം അന്ന് നിന്നും അവൾ ഷൈനി തന്നെയാണ്, എൻ്റെ വൈഫ് തന്നെയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും, പിള്ളേർ പക്ഷെ ഞാൻ കുറച്ച് പൈസ ആവശ്യത്തിനുള്ളത് തയ്യാറാക്കുക എന്നല്ലാതെ എനിക്ക് എന്നെ ഒരു തരത്തിലും എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടി. പണ്ട് മാതാപിതാക്കളുണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ എനിക്ക് ഒരു തരത്തിലും അവൾ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡും കറണ്ട് ചാർജ് അടച്ചോളും, റേഷൻ കടയിൽ പോകുള്ളൂ, എല്ലാ ലോൺ അടയ്ക്കാൻ പോകുള്ളൂ, എല്ലാ കാര്യങ്ങളും എന്നോട് എൻ്റെ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഭൂതമാണ്. ഞാൻ ചെന്ന് പറ്റി. അതായത് ഈ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ, മറ്റേ ലോകത്തില്ലാത്ത മറ്റേ കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇച്ചിരി ഡിലേ ചെയ്യിക്കാൻ വേണ്ടി ഇവർ 5-6 സർട്ടിഫിക്കറ്റിൻ്റെ പേര് പറയും. പിറ്റേ ദിവസം 10 മണിയാകുമ്പോൾ ബാങ്ക് തുറക്കുമ്പോൾ തന്നെ ട്രെയിനിങ് എങ്കം പറഞ്ഞു മറ്റത് ഇയാൾ ആലോചിക്കും ഇനി എന്ത് ചോദിക്കും. ഞാൻ സാറിനെ വിളിച്ചോളാം. എന്നിട്ട് എനിക്കൊരു കോൾ വരും, ഹലോ ഞാൻ ചെന്താ സാർ, അത് ഞാൻ കുറച്ച് പേപ്പറുകളൊക്കെ ചോദിച്ചായിരുന്നേ. ചോദിച്ചു കിട്ടിയില്ല സാർ. അയ്യോ അത് കിട്ടി, അത് പറയാനാണ് വിളിച്ചത്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നു? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ, അവർക്ക് എന്തോ ട്രിക്കുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു കൂട്ടാളിയെ കിട്ടിയത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വിജയം. അപ്പം വീണ്ടും ഈ പടത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഈ പടത്തെ ഇപ്പം അരുൺ അപ്രോച്ച് ചെയ്തപ്പം ഇന്ന ക്യാരക്ടറാണ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും ഒരു മുഖവരുടെ ആവശ്യമില്ല. കാരണം ചിലപ്പോൾ ജോണിച്ചേട്ടനാണെങ്കിൽ ജോണിച്ചേട്ടൻ ഉപചാരപുറം കൊണ്ടുവച്ചാൽ ഗംഭീര ഒരു ക്യാരക്ടറാണ് ജോണിച്ചേട്ടൻ, ഒരു കോഴിയായിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ ഈ അപ്പൻ മലയാള സിനിമയുടെ ആസ്ഥാന അപ്പനാണ്, അല്ലാണ്ട് ഒരുപാട് വേരിയേഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തും ഇപ്പോൾ ഇതിൻ്റെ കഥ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ, നമുക്ക് മലയാളികൾക്ക് റിലേറ്റ് ചെയ്യുന്നത് ജോണിച്ചേട്ടൻ്റെ ക്യാരക്ടറായിരിക്കും. പിന്നെ രഞ്ജിത്ത്, അങ്ങനെ വരുള്ളൂ ഓർഡർ വൈസ്. ഓക്കെ. ഇതിനകത്ത് അരുൺ ഇതുപോലെ തന്നെ പരിപാടി പറഞ്ഞു, റോണി ഇങ്ങനെ ഒരു സാധനം റോണിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചും ചോദിക്കാൻ പോയില്ല. കാരണം അരുൺ അത് ഒന്നാമത്തെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഓൺ ചെയ്യുക, ഒരു പ്രൊജക്റ്റ് തട്ടൽ കയറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെൻസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ബേസിക്കലി ഇപ്പോൾ ജോണിച്ചേട്ടൻ നാളെ ഒരു പടത്തിൽ വിളിക്കുന്നു, എടാ നീ വന്നേക്കാൻ നോക്കുമ്പോൾ അതിന് കഥയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അത് ജോണിച്ചേട്ടൻ്റെ അടുപ്പം ജോണിച്ചേട്ടൻ വിളിക്കുന്നു പോകുന്നു, പിന്നെ ഒരു സംസാരമില്ല. എന്താ അത് ബാക്ക് ഡ്രോപ്പിൽ നിൽക്കാനാണോ, ഒരു സീനാണോ, 2 സീനാണോ, ജോണിച്ചേട്ടൻ്റെ ഇഷ്ടം. അതാണല്ലോ നമ്മളൊരു പരസ്പര വിശ്വാസമാണ്, ട്രസ്റ്റ് അല്ലേ. ജോണിച്ചേട്ടൻ വിളിക്കുന്നു പോകുന്നു. അപ്പോൾ തന്നെ അരുൺ വിളിച്ചു, നമ്മൾ ചെന്നു ചെയ്തു. നമുക്ക് നല്ലൊരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അപ്പം ജോണിച്ചേട്ടൻ ഇപ്പം
പണ്ട് കാലം തൊട്ടുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരിപ്പം നമ്മുടെ സന്നിധി ഇല്ല, അതായത് അവർ കാലം പറഞ്ഞു പോയി. അപ്പം അങ്ങനെ വരുമ്പം ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ആക്ടർ ആരായിരിക്കും ജോണി ചേട്ടന് കൂടുതൽ അടുപ്പം തോന്നുന്നത്, ഒരു മെമ്മറി എപ്പോഴും ഫീൽ ചെയ്യും? ഒരുപാട് പേരില്ലേ, ഒരാൾക്കും ഒരാളും പകരക്കാരനാവില്ലല്ലോ. നമ്മൾ പറയാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓർമ്മയിൽ തന്നെ തിലകൻ ചേട്ടൻ, ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അമ്പലച്ചേട്ടൻ വയ്യാതെ ഒരുപാട് പേരില്ലേ. നമുക്കൊന്നും ഒരു അനിൽക്ക, വേണുചേട്ടൻ, എത്രയോ പേര്, നമുക്കൊന്നും അതൊക്കെ നഷ്ടം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, പിന്നെയും ഈ പറഞ്ഞ ലോകത്ത് എന്ത് നഷ്ടം സംഭവിച്ചാലും ലോകം പിന്നെ മുന്നോട്ട് പോകും. അതെ, അതിന് ഏറ്റവും വലിയ വാക്ക് ഒരു വരി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്ക് ആരെയും ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അതെ, എക്സാക്ട്ലി, അത് വലിയൊരു പോയിന്റ് തന്നെ. അപ്പം സിനിമ എന്ന് പറഞ്ഞപ്പം ഈ റീസെൻ്റ്ലി ഇപ്പം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ലഹരിയുടെ അകത്തും വെളിയിലും. പക്ഷെ അത് കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ. അപ്പോൾ അവർക്കുള്ള അഡ്വൈസ് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ജോണി ചേട്ടൻ കാണുന്നത്? ലഹരി ഉപയോഗിക്കുന്നവരല്ല, എന്താണ് അഡ്വൈസ് കൊടുക്കുന്നത്? ആ, നമ്മുടെ അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിൽ നിർത്തുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പം ഞാൻ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ സ്മോൾ കഴിക്കുന്ന ആളാണ്. മറ്റൊന്നിനോടും അങ്ങനെ വലിയ ഒരു താല്പര്യമില്ല, എനിക്ക് പേടിയുമാണ്. അപ്പം എനിക്ക് മദ്യപിക്കുന്നവരെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ മറ്റേ ഈ MDMA മറ്റതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. നമ്മളല്ലാതാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയും ഒരു ലഹരിയും നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ ഇപ്പോൾ മദ്യപിച്ചാൽ പോലും നമ്മളുടെ സ്ഥാനത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുള്ളൂ. ഒരു രസം, ഒരു സന്തോഷം, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, അല്ലാതെ ചുമ്മാ അടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കണമെന്ന് വലിയ നിർബന്ധമുണ്ട്. അതിലൊരു രസവും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞ വെളിപാടും നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, എത്ര കഴിവുള്ളവരാണ് അതിൻ്റെ പേരിൽ നശിച്ചു പോകുന്നത്. എന്തുമാത്രം വലിയ വലിയ ആളുകളെ കണ്ട പ്രതിഭകളാണ് ഈ പല്ല് കൊഴിഞ്ഞു പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സിനിമാ മേഖലയിൽ മാത്രമല്ല, ലോകത്ത് എല്ലാ മേഖലയിലും ഉണ്ട്. നിങ്ങളുടെ മെഡിക്കൽ മേഖലയിൽ അപ്പോൾ പഴയ കാലഘട്ടത്തിന് എന്ത് പറ്റും സിനിമയ്ക്ക് കിടക്കാൻ പറ്റാത്തത്. അതിൽ മാത്രമേ ഉള്ളൂ വിഷമം. അതെന്താണെന്ന് വെച്ചാൽ ആളുകൾ അതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നു. അതുപോലെ ഇപ്പം ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഫെസിലിറ്റിയാണ് ഒരു സിനിമാക്കാരന് കിട്ടുന്നത്. അത് സിനിമാക്കാരും പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് റോൾ മോഡൽസ് ആവണം. നമ്മൾ വളരെ സൂക്ഷിച്ച് ജീവിക്കണം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങാനുള്ള എറിവ് വരികയുള്ളൂ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് വാങ്ങാൻ തോന്നി കിടപ്പുണ്ട്, ഏറ് വരും. ശരി, ഇതിലെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഈ മൂവിയുടെ? ഈ രഞ്ജിത്തിൻ്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ, ടോണി എന്നുള്ള ക്യാരക്ടർ. പിന്നെ ഉള്ളത് നമ്മുടെ ഈ രഞ്ജിത്തിൻ്റെ സുഹൃത്തായിട്ട് ചെയ്യുന്ന മൂസീൻ, അതുപോലെ തന്നെ പുതിയ നായിക സാരംഗി ശ്യാം, അവരുടെ ഒരു ഗ്രൂപ്പ്, മെറീസ, ചാന്ദിനി, അഖില, അവരൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇന്ദ്രൻ ചേട്ടൻ, നമ്മൾ പറയേണ്ടതായ ക്യാരക്ടർ എന്ന് വെച്ചിട്ട് വികാരി അച്ഛൻ്റെ റോളാണ് മറ്റേ ഇന്ദ്രൻ ചേട്ടൻ. മനോജ് കെയു, മഞ്ജു ചേച്ചി, മഞ്ജു ചേച്ചി, സംഗീത ചേച്ചി, മനോജ് കെ ജയൻ, മനോട്ടൻ, അങ്ങനെ ഒരു നല്ല ആവശ്യത്തിന് നല്ല ഒരുപാട് വലിയ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഉള്ളൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ടോട്ടാലിറ്റിയിലാണ്, അതിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ സാമൂഹികമായിട്ട് നമുക്ക് പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണ്, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇപ്പോൾ ചിലയിടത്ത് വീടുകൾ പൂട്ടിക്കിടക്കുന്നു, കുറേ പേര് മറ്റേ കുടിയേറ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ഞാനെല്ലാം എടുത്തു പറയുന്നില്ല, പടം കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന 23rd മൂവിയാണ്, ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഈ മൂവി നിങ്ങൾ എല്ലാവരും പോയി 23-ാം തീയതി കാണണം. ഞങ്ങളെല്ലാം കാണും. UK ഓക്കെ ആണ്, ഞങ്ങളും പോകാൻ ഓക്കെയാണ്. നിങ്ങളും ഇവരോട് പോയി ഓക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് മൂവി കാണുക. അപ്പം താങ്ക് യു സോ മച്ച് ജോണി ചേട്ടാ. താങ്ക് യു സോ മച്ച്.